നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ചന്ദ്രമതിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ സുധിയെ ചോദ്യം ചെയ്യണം. പക്ഷേങ്കില് സുധി കൈ മലർത്തുക ചെയ്തേ. സുധി പറഞ്ഞു, അതിന് തക്കവണ്ണം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അച്ഛാ. മുറി വന്ന് കിടന്ന് ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോൻ പറഞ്ഞു, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു, ഇതിനാണോ ചന്ദ്രൻ നീ ഇമ്മാതിരി കിടന്ന് കരയണമെന്ന് ചോദിച്ചു. അതല്ല രവിയേട്ട, ഇന്ന് വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെന്ന് പോലും അത്രയ്ക്ക് പോലും വിളിക്കാത്തവനെ അവന്. എന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും നീ നിൽക്കാൻ പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഇവൻ എന്നോട് മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞേ. ഞാൻ ഇവനെ അങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. എന്നിട്ടാണ് ഇവന്. ആ സമയം സച്ചി പറഞ്ഞു, എൻ്റെ അമ്മേ അതിന് ഇതിന് മാത്രം കരയേണ്ട കാര്യമുണ്ടോ? ആ സമയം ശ്രുതി പറഞ്ഞു, എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമായിരുന്നു. ശ്രുതി വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല. ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സമാധാനമില്ല. അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നേ. ഒരു മനസമാധാനത്തോടെ 5 മിനിറ്റ് ഇരിക്കാന്ന് കരുതി. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നം. ഞാൻ എന്ത് ചെയ്യാനാ? ഇനി എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ പറ എന്നും പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എടാ മോനെ, അതിന് ഞാൻ നിന്നോടൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. ഞാൻ ശ്രുതിയെ വിളിച്ചിട്ടല്ലേ ചീത്ത പറഞ്ഞേ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അവൾ എൻ്റെ ഭാര്യയാണ്, അറിയാലോ. അവൾ ഞാനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനിടയ്ക്കിലേക്ക് അമ്മ എന്തിനാ കയറി വരാൻ പോയത്? അമ്മ എന്തിനാ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞേ? ഇപ്പൊ ഇങ്ങനെയായോ എന്നൊരു ചിന്തയോടുകൂടി രേവതി സച്ചിയൊക്കെ സുധിയെ നോക്കണേ. ഇന്നലെ വരെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കൂടെ കൂട്ടിപ്പിടിച്ച് നടന്നവനാ. പെട്ടെന്ന് ചന്ദ്ര അന്താളിപ്പോടെ സുധിയെ നോക്കുക. മുമ്പേത്തന്റെ ബാക്കിയാണ്. അപ്പം സുധിയുടെ കയ്യില് ഏൽസ് കെട്ടിയിട്ടുണ്ടല്ലോ. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, എടാ സുധി, ശരി സമ്മതിച്ചു. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇപ്പൊ ഇതും പറഞ്ഞ് അതും പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ചന്ദ്രൻ, നീ കരച്ചിൽ നിർത്ത്. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ, ഇത് അവന്റെ ജീവിത പ്രശ്നം. അവനൊരു തീരുമാനം എടുക്കട്ടെ. നീ ഇതിന്റെ ഇടയ്ക്കിലേക്ക് എന്തിനാ കേറുന്നേ? അവന് ശ്രുതിയെ ഇഷ്ടമാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കുകയല്ലേ ചെയ്യുന്നേ. വെറുതെ നീ എന്റെ ഇടയ്ക്ക് കയറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണോ? അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു, അപ്പൊ എനിക്കെന്താ? എന്റെ മകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലേ? അവളെ പോലെ ഒരു വഞ്ചികയായ ഒരുത്തിയോടൊപ്പം വേണോ എന്റെ മകൻ ജീവിക്കാനായിട്ട്? ചന്ദ്രേ, ആ വിഷയം നീ അങ്ങോട്ട് വിട്. അവന്റെ തീരുമാനം എന്താണെന്ന് അവൻ പറഞ്ഞല്ലോ. നീ എന്തിനാ അവനെ ഓരോന്നൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കണേ? ഇനിയെങ്കിലും നിനക്കൊന്ന് നിർത്തിക്കൂടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഉപദേശിക്കുന്നുണ്ട്. ഈ സമയത്ത് സുധി ദേഷ്യപ്പെട്ടു മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അമ്മേ, അവൻ ഇപ്പോഴും പാർലടുത്ത് ഇഷ്ടമാണ്. എത്രയാന്ന് പറഞ്ഞാലും ഭാര്യയല്ലേ. പെട്ടെന്ന് അങ്ങനെ മറക്കാനും പൊറുക്കാൻ പറ്റത്തില്ലെങ്കിലും എത്രയാന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അമ്മ വെറുതെ അവന്റെ പിന്നാലെ പോകണ്ട. അവന് കുറച്ച് സമയം കൊടുക്ക്. എന്തിനാ അമ്മ ഓരോ കാര്യങ്ങൾ അവനെ അടിച്ചേൽപ്പിക്കുകയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉപദേശിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ചന്ദ്ര വീണ്ടും വിങ്ങി വിങ്ങി കറിയോ, സുധി എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് തലയ്ക്ക് ഭ്രാന്താ. അവൻ ഇപ്പോഴും ഓരോ തീരുമാനങ്ങളൊക്കെ പറയണേ. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ അവൻ നേരത്തെ എടുക്കുമായിരുന്നെങ്കിൽ എടി നിന്റെ താളത്തിനൊത്ത് തുള്ളാനായിട്ട് കൊച്ചു കുട്ടിയൊന്നും അല്ല അവന്. പ്രായപൂർത്തിയായിട്ട് ചെറുപ്പക്കാരനാന്നുള്ള ചിന്ത ഓർമ്മ വേണമെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി. ഈ സമയത്ത് ശ്രുതി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. മീര വന്നിട്ട് എന്ത് പറ്റി? ഒന്നും പറയണ്ട, ഞാൻ ആ സുധിയുടെ ഫോണിലേക്ക് വിളിച്ച അപ്പൊ തള്ളയുണ്ടല്ലോ ചന്ദ്ര, അവര് ഫോണും പിടിച്ചു വാങ്ങിയിട്ട് കുറെ ചീത്ത തന്നെ. അതാണോ കാര്യം? അവരുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ചീത്ത പറയും. നിന്നെ തലയെ കൊണ്ട് നടന്നല്ലേ, അവർക്കത് പറയാം. എനിക്കല്ലേ അറിയുള്ളൂ. അല്ല, ആ ഏഴ്സ് ഭാമാരി കൊടുത്തെന്നാ പറഞ്ഞേ. എന്നിട്ട് അതിന്റെ പ്രയോജനമൊന്നും കാണുന്നില്ല. ഏലസോ? അതെ, ഇതിനിടയ്ക്ക് ഞാൻ അങ്ങനെ ചില പണികളൊക്കെ നടത്തിയായിരുന്നു എന്ന് ശ്രുതി പറഞ്ഞു. ആഹാ, നീയാള് കൊള്ളാലോ എന്ന് മീര പറയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഏലസിന് ശക്തി ഉണ്ടെങ്കിൽ ശ്രുതി നിന്റെ അമ്മായിമ്മയും തമ്മിൽ ഉടക്കുണ്ടാക്കും. അത് അധികം വൈകാൻ നിനക്ക് അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. അല്ല, എങ്ങനെ അറിയാനായിട്ടാ? അതിന് ഭാമാൻ്റെയോട് ചോദിച്ചാൽ പോരെ? ഓ, അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഭാമാൻ്റെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാമയെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ഭാമ ചോദിച്ചു, എന്താ ശ്രുതി? അതെ, ആൻറ്റി ഒന്ന് ഒരു കാര്യം ചെയ്യാം, എൻ്റെ അമ്മായിമ്മയെ ഒന്ന് വിളിക്കുക. എന്നിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണെന്ന് അന്വേഷിക്കുക. ഞാനോ? വിളിച്ച് അന്വേഷിക്കുക. അപ്പം അറിയാലോ നമ്മുടെ ഏൽസ് പ്രവർത്തിക്കാൻ തുടങ്ങിയോ ഇല്ലയോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഭാമ ചന്ദ്രമതിയെ വിളിക്കുകയാണ്. ചന്ദ്രമതിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഒറ്റ കരച്ചിലായിരുന്നു. ചന്ദ്രൻ, നീ കാര്യം എന്താ വെച്ചാൽ പറ. സുധീനോട് അങ്ങനെ പറഞ്ഞു, ഇന്നു വരെ അവനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭാമയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പം ഏലസ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതാണ് കാര്യം. അപ്പൊ അതിന് പവർ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ദൈവമേ, എങ്ങാനും താൻ ഇങ്ങനത്തെ ഒരു ദുർഗതി ചന്ദ്രയ്ക്ക് വരുത്തിയെന്ന് പറഞ്ഞാൽ ചന്ദ്ര ആദ്യം തന്നെ ഇല്ലാതാക്കും. കൂട്ടുകാരിയായിട്ട് ചതിച്ചോന്നും ചോദിച്ചോണ്ട് പിന്നെ തന്നെ 7 അയലക്കത്ത് പോലും അടുപ്പിക്കില്ല. ഓർത്ത് കഴിഞ്ഞ് ഭാമയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഭാമ ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു, സാരമില്ല ചന്ദ്രൻ, നീ വിഷമിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. ശ്രുതിയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലോ എന്ന് പറഞ്ഞു.
കുറച്ച് സമയം ചന്ദ്രമതി ആശ്വസിപ്പിച്ചാണ് ഭാമ ഫോൺ വെക്കുന്നത്. പിന്നീട് ശ്രുതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഞാൻ ശ്രുതിക്ക് സന്തോഷമായി. ഓ, ഇപ്പോഴേ എനിക്കൊരു സമാധാനം ഇത് കണ്ടു. ഉറപ്പായിട്ടും അവരെ രണ്ടുപേരും തമ്മിലടിപ്പിക്കും ഞാൻ. എന്നിട്ട് ശ്രുതിയെ എൻ്റേതാക്കി മാറ്റും. എൻ്റെ കളി അവർക്ക് അറിയത്തില്ല, എന്നോട് അവർ കളിക്കണേന്നൊക്കെ പറഞ്ഞു. ഭാമ പറഞ്ഞു, കുറെ കഷ്ടമുണ്ട് കേട്ടോ, ഞാനാ ഈ ചതി ചെയ്തെന്നറിഞ്ഞാൽ അവൾ എന്നെ വെറുതെ വിടുന്നത് ശ്രുതി നിനക്ക് തോന്നുന്നുണ്ടോ? ആൻറ്റി ഇത് ചെയ്ത കാര്യമൊന്നും ആരും അറിയാൻ പോകുന്നൊന്നുമില്ല. ആൻറ്റി ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അല്ലേ പറയണേ. ഞാൻ പറഞ്ഞ ആൻറ്റിക്ക് വിശ്വാസമില്ലേ? ദേ, ശ്രുതി എന്നെ ചതിച്ചേക്കരുത്. എനിക്ക് വേറെ നിവൃത്തിയില്ല. ആകെ പാടുള്ള ഒരു കൂട്ടുകാരി അതാ, അറിയാലോ. എനിക്കൊരു ആവശ്യം വന്നിട്ടുണ്ട്, ഓടി വരാൻ അവള് മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ സമ്മതിച്ചെന്നൊക്കെ ശ്രുതി പറഞ്ഞു. ഈ സമയത്തൊക്കെ വർഷം മുറിയിൽ കയറി വല്ലാതിരിക്കുകയാണ്. വർഷം ആഹാരം കഴിക്കാൻ വരായിരുന്നു. കഴിഞ്ഞപ്പോൾ രേവതി മുറിയിലേക്ക് വന്നു. വർഷം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. രേവതി എന്ത് ചോദിച്ചു? എന്താ വർഷേ, നീ ആഹാരം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. നിനക്ക് എന്ത് പറ്റി? ഞാൻ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്ക് കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട്. നീ ആഹാരം കഴിക്കുന്നില്ല, നേരെ ചൊവ്വേ സംസാരിക്കുന്നില്ല. ഇന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചു, അപ്പം നീ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള മനസ്സിലായി. എന്താ സത്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാനും പറഞ്ഞു. ഒന്നുമില്ല. ചേച്ചി പറഞ്ഞു, ഒന്നുമല്ലായില്ല. ഒന്നുമല്ലേലും ഇത്രയും കാലം നീ എന്നെ ചേച്ചിയായിട്ടല്ല കണ്ടിരിക്കുന്നേ, ഞാൻ നിന്നെ അനുജത്തിക്കുട്ടിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ എന്നോടൊന്നും മറച്ചു വെക്കണ്ട. ശ്രീകാന്തുമായിട്ട് എന്തെങ്കിലും വഴക്കും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കാം. അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇരിക്കണേ? ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ലോ. വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം, അത് കഴിക്കാൻ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ ഇരുന്നു. പെട്ടെന്ന് രേവതി പോയി അടുത്തിരുന്നു. എന്താ നിനക്ക് എന്താ പറ്റി? ഞാൻ ഇങ്ങോട്ട് കൊണ്ടുത്തരണോ? കൊണ്ടുത്തരാന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പോയി. രേവതി പോയി ആഹാരമൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. വർഷയ്ക്ക് ആ ആഹാരത്തിന്റെ മണം അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വന്നു. പെട്ടെന്ന് വർഷ പോയി ഓക്കാനിക്കുവാണ്. രേവതി ചോദിച്ചു, എന്താ വർഷേ? പിന്നെ വോമിറ്റിംഗ് ആണല്ലോ? അല്ല, കഴിഞ്ഞ ദിവസം നിനക്ക് ഇങ്ങനെ തന്നെ ഉണ്ടായല്ലോ. ആ സമയത്ത് നീ പറഞ്ഞ ഫുഡ് പോയ്സൺ ഒക്കെ ആണെന്നല്ലേ പറഞ്ഞത്? എന്തോ വയറ്റിൽ കഴിച്ച ഫുഡ് പിടിക്കാത്തോണ്ടെന്നല്ലേ പറഞ്ഞേ? ഇപ്പോഴും അത് തന്നെയാണോന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. അല്ല, കാര്യം എന്താ വെച്ചാൽ പറ. ഇനി ഹോസ്പിറ്റലിൽ പോണോ? അന്ന് ഇനി വെച്ചോണ്ടിരിക്കണോ? നമുക്ക് ഇപ്പം തന്നെ റെഡിയാവും, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, വേണ്ട. അന്നൊരു കാര്യം ചെയ്യാൻ, ശ്രീകാന്തിനെ വിളിക്കാം. വേണ്ട രേവതി ചേച്ചി, ആരെയും വിളിക്കൊന്നും വേണ്ട. അവൻ കാരണം എനിക്കിങ്ങനെ. അവൻ കാരണോ? കഴിഞ്ഞ ദിവസം തൊട്ട് നീ കുറ്റപ്പെടുത്തുന്ന നീ കാര്യം എന്താ വെച്ചാൽ പറ. പിന്നീട് വർഷയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. വർഷയ്ക്ക് ആകെപ്പാടെ ടെൻഷനായിരുന്നു. രേവതി ചേച്ചി, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാനോ? അതെ, എനിക്ക് ആരോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആകെപ്പാടെ വല്ലാത്തൊരു കൺഫ്യൂഷനില്ല. നീ കാര്യം എന്താ വെച്ചാൽ പറ വർഷേ. അപ്പോഴാണ് വർഷ ആ കാര്യം പറയണേ. ചേച്ചി, ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞു. ഗർഭിണിയാന്നോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി വർഷയെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് വർഷയാണ് കരയാണ്. എന്തിനാ നീ കരയണേ? സന്തോഷ വാർത്തയല്ലേ? അപ്പൊ നീ കരയാണോ വേണ്ടേ? അതല്ലേ ചേച്ചി, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഈ സമയത്ത് ശരിക്കും ഇത് രേവതിയാണ്. നീ എന്ത് പൊട്ടത്തര പറയണേ? എനിക്ക് പേടിയാ ചേച്ചി, പ്രസവിക്കാൻ പേടിയാ. അതാ ഡോക്ടറെ പോയി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കൺഫേം ചെയ്തു ഞാൻ പ്രഗ്നന്റ് ആന്നുള്ള കാര്യം. അതറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. ഓ, അപ്പൊ അതാണ് കാര്യം. അതാണ് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് നീ മെഡിക്കൽ ഷോപ്പിൽ പോയത്? അതെ, അബോർട്ടാണുള്ള മരുന്ന് മേടിക്കാനായിട്ട്. അപ്പോഴേക്കും രേവതി ചാടി എഴുന്നേറ്റ് വർഷയ്ക്ക് നേരെ നിന്ന് ദേഷ്യപ്പെടാണ്. എന്ത് പരിപാടി നീ കാണിച്ചേ? നിനക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വല്ലാതെ ചൂടാവുന്നുണ്ട്. വർഷയുടെ കരച്ചിലുണ്ടെങ്കിൽ ഇപ്പൊ രേവതിക്ക് സങ്കടമായി. പിന്നീട് രേവതി വർഷയെ സമാധാനിപ്പിക്കുകയാണ്. നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് വർഷയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും രേവതി സത്യങ്ങളൊക്കെ തിരിച്ചറിയാം. ഇനി വീട്ടിൽ എല്ലാവരും അറിയും. എല്ലാവരും ഒരു ഉത്സവ പ്രതീതിയിലായിരിക്കും അത് കൊണ്ടാടുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.